വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ്, വേറെ ഒന്നുമില്ല. ആ കണ്ണ സ്ഥലത്തേക്കാണ് നമ്മളൊന്ന് പോകാൻ പോണത്. എന്തിനാ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് വാങ്ങാൻ പോവുകയാണ്. ഏറ്റവും ഭംഗിയുള്ളൊരു ഏരിയ ഈ കണ്ണ സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അടിപൊളി സ്ഥലമാണ്. അത് കാണുമ്പോൾ തന്നെ നല്ല ഫുൾ മരങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു വീടാണേ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പം ഞാൻ എന്തിനാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് വാങ്ങാനാണ്. 2 കുപ്പിയും കൊണ്ടാണ് പോണത് കേട്ടോ. അവിടെ ചെന്ന് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. പൊതുവേ ഞാൻ പാല് ഇങ്ങോട്ട് വരാറാണ്. ആ ചേട്ടൻ എന്തോ പറ്റിയത് കാരണം ഇന്ന് ഞാൻ പാല് വാങ്ങാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ എത്താറായി. ആ കാണുന്ന ഇതൊക്കെയാണ് നമ്മൾ പോകണം കേട്ടോ. നടന്നിട്ട് എത്തണുണ്ടായില്ല. അവിടെ ഒരു പശു കഴിക്കുന്നുണ്ടായി. അല്ല, പുല്ല് കഴിക്കണുണ്ടായി. ഈ പൂവായിരുന്നു അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഏരിയ കവർ ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ മിറ്റെന്താ ഇത്ര ഭംഗിയിൽ നിൽക്കണമെന്നതിൻ്റെ കാരണം മനസ്സിലായത്. അവിടെ ഒരു ചേട്ടന് ഫുൾ ടൈം ഇരുന്ന് അടിച്ചു വരുന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ചേട്ടന് ഹിന്ദി അറിയില്ല, മലയാളം അറിയില്ല എന്നുള്ളതും എനിക്ക് ഹിന്ദി അറിയില്ല എന്നുള്ളതും. കാരണം എനിക്ക് ദൂത് മാത്രമേ അറിയുള്ളൂ, ദൂത് ചാഹിയെ. ഞാൻ പോയിട്ട് അത് പറഞ്ഞു. പക്ഷേ 2 കുപ്പി ഉണ്ടായിരുന്നു. ഇതിൽ വേണമെന്ന് ചോദിച്ചപ്പം 500-ന് എത്ര ഹിന്ദിയിൽ പറയാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. അവസാനം ഞാൻ ആ കുപ്പി എടുത്ത് ആ ചേട്ടന് കയ്യിൽ കൊടുത്തിട്ട് ഈ പൂവ് നോക്കിക്കൊണ്ടിരുന്നു. എത്രയോ മരങ്ങളുള്ള വീട്ടിൻ്റെ ഭംഗി നോക്കി, മിറ്റത്തിൻ്റെ ഭംഗി നോക്കി. അപ്പോൾ അവിടെ ആ ഒരു ചേട്ടന് ഫുൾ ടൈം ഇരുന്ന് അടിച്ചു വരും. അങ്ങനെ ഈ ചേട്ടൻ വളരെ നല്ലൊരു മുതലാളി ഇല്ലാത്ത സമയത്തും വളരെ നന്നായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. കണ്ടാ പാൽ അളന്ന് തൃപ്തപ്പെടുത്താൻ എനിക്ക് അതിലേക്കോട് പറഞ്ഞാൽ പോരെ. ഇല്ല, അത് 600-ൻ്റെ കുപ്പിയായിരുന്നു. ആൾ 500 കണക്കാക്കി പരുന്നത് കണ്ടോ. നല്ല ആത്മാർത്ഥമുള്ള പണിക്കാരനാണ്. എന്തായാലും അടുത്ത വരവിൽ ചേട്ടൻ ഹിന്ദി പഠിക്കും, അല്ല മലയാളം പഠിക്കും. അപ്പം ഈ പൂവിൻ്റെ മുറ്റത്തുള്ള ഉണ്ടോ ഇഷ്ടം പോലെ പൂക്കൾ ഇരുന്നിട്ടുണ്ടേ. അല്ല, താഴെയുണ്ട്. അപ്പം ഞാൻ ആ പൂവ് നോക്കുമായിരുന്നു. കാണിച്ചിട്ടാ ഈ മരത്തുമ്മ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നും കണ്ടില്ലല്ലോ, പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വെയിലത്ത് ഇവിടെയൊക്കെ കണ്ട് എന്തു ഭംഗിയാണ്, പച്ചപ്പ് മാത്രമേ ഉള്ളൂ. എന്ത് അടിപൊളി. അങ്ങനെ നമ്മൾ പാലും വാങ്ങി തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.